ദശകം 49 വൃന്ദാവന പ്രവേശം. ഭവൽ പ്രഭാവാ വിദുരാഹി ഗോപാഹ. ഭവൽ പ്രഭാവം, ഭഗവാന്റെ മാഹാത്മ്യം. അവിദുരാഹ, വിദുര അറിയുന്നവർ, അവിദുര അറിയാത്തവർ. അങ്ങനെയുള്ള ആ ഗോപന്മാർ നമ്മളൊക്കെ തന്നെ, നമ്മളൊക്കെയാണ് ഗോപന്മാർ. ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർ. തരുപ്രഭാതാദികമത്ര ഗോഷ്ഠേ, അവരെല്ലാവരും ഈ സംഭവത്തിന് ശേഷം മരുതവൃക്ഷങ്ങൾ പൊട്ടി വീണില്ലേ, കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. തരുപ്രഭാതാദികം, തരു വൃക്ഷം, വൃക്ഷങ്ങൾ വഴങ്ങി വീഴൽ, പ്രഭാതം മുതലായത് ആദ്യം തൊട്ട് അവർ ഓർമ്മിച്ചു. ആദ്യം പൂതനയുടെ മരണം, ഷടാസുരൻ്റെ വധം, തൃണാവർത്തൻ്റെ വധം, ഇപ്പോൾ ഈ വൃക്ഷങ്ങൾ പുഴങ്ങി വീഴും. ഈ സംഭവങ്ങൾ ഈ ഗോകുലത്തിൽ സംഭവിച്ചു. ആ ഭഗവാന്റെ ഹരേ പ്രഭാവ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടിക്കൊന്നും പറ്റിയില്ല. അഹേതു ഉൽപാദഗണം വിശങ്ക്യ, ഒരു കാരണവുമില്ല അതിന്. അഹേതു, എന്തൊക്കെയാണ് ഉൽപാദഗണം? ദുശൗനങ്ങൾ, അശുഭങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. നാം പറഞ്ഞ ആദ്യത്തെ 3 ഇപ്പോഴത്തെ 1. പൂതനയുടെ മരണം തൊട്ട് ഷടാസുരൻ്റെ വധം, തൃണാവർത്തൻ്റെ വധം, ഇപ്പോൾ ഈ വൃക്ഷങ്ങൾ പൊട്ടി വീഴല്. ഉൽപാദഗണം, അശുഭസൂചകങ്ങളാണ് ഇതെല്ലാം. എല്ലാവരും അങ്ങനെ വിശ്വസിക്കും. അതാണ്, എന്തെങ്കിലും ആ വിധത്തിലുണ്ടായാൽ അത് അശുഭത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയും. അങ്ങനെ അശുഭസൂചകമാണെന്ന് വിശങ്ക്യ, ശങ്കിക്കുകയാണ് നമ്മുടെ മനസ്സ്. അത്രയേ ഉള്ളൂ, മനസ്സിലെ ശങ്കയാണത്. അങ്ങനെ ഗോപന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. പ്രയാതുമന്യത്ര, അന്യത്ര പ്രയാതും, നമുക്ക് ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാം. മനോവിധേനുഹു, മനസ്സിനെ വിധേനിച്ച ചെയ്തു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. മനസ്സ് തീർച്ചപ്പെടുത്തി. മനസ്സുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് എല്ലാ ഗോപന്മാരും അഭിപ്രായപ്പെട്ടു. പക്ഷെ എവിടേക്കാണ് പോവുക? അതാണ് എന്തുകൊണ്ട് ഈ വിധത്തിൽ ഇതെല്ലാം ദുശകുനങ്ങളാണ്, അശുഭസൂചകങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്നു. അതാണ് മായ. ഭഗവാനാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. ഒന്നും അശുഭമായിട്ടില്ല ഇവിടെ. എന്താ അശുഭം? ഭഗവാനെ ഭജിക്കാതിരിക്കുന്നതാണ് അശുഭം. എപ്പോൾ ഭജിച്ചുവോ എല്ലാം ശുഭമായി തീരും. അപ്പോൾ മായയാണ് ഈ വിധത്തിൽ നമ്മളെ ഇട്ട് ചുറ്റിക്കുന്നത്. ദൈവീകമായ മായ. ആ മായയെ ആർക്കും ജയിക്കാൻ സാധിക്കില്ല. ഭഗവാൻ ഗീതയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവീഹേഷ ഗുണമജി മമ മായാ ദുരത്യ. അർജുന, ദൈവികമായ എൻ്റെ മായ, അതാണ് ഭഗവാന്റെ ശക്തിയാണത്. ബ്രഹ്മത്തിൻ്റെ ശക്തി, ബ്രഹ്മപ്രകൃതി.
അതുകൊണ്ടാണ് ഇതിനെ പ്രകൃതി എന്ന് പറയും, ബ്രഹ്മപ്രകൃതി എന്ന് പറയും, മായ എന്ന് പറയും, പ്രധാനം എന്ന് പറയും, അനേകം പേരുകൾ, അനേകം. ആദിപ്രകൃതി, മൂലപ്രകൃതി, പല പേരുകൾ. ഇത് ഭഗവാന്റെ മായയാണ്. ദുരത്യയാ, നിങ്ങൾക്കതിനെ കടക്കാൻ സാധ്യമല്ല. എന്നാലോ ആരാണോ എന്നെ പ്രാപിക്കുന്നത്, മാമേവയേ പ്രപദ്യന്തേ, ആരെൻ്റെ അടുത്തേക്ക് വരുന്നു, മായാമയതാം തരന്തിതേ, അവർ മായയെ തരണം ചെയ്യും. അപ്പോൾ മായ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി മായാദിനാഥനെ എപ്പോഴും നമ്മൾ ശരണം പ്രാപിക്കണം. ആ മായാദിനാഥന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കൂ. പക്ഷേ ഇവിടെ എന്തുണ്ടായി? ഭഗവാന്റെ പ്രേരണയാണ്. ഭഗവാന് ആ സ്ഥലം വിട്ട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്തേക്ക്, കാലജീയന്തിയുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ അവരെ പ്രേരണ നൽകുകയാണ്. ഭഗവാൻ പ്രേരണ നൽകിയതാണ്. ആ പ്രേരണ പ്രധാനമായിട്ടും വരുന്നത് ഉപനന്ദൻ എന്നു പേരായ ഒരു ഗോപനിലൂടെയാണ്. അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിയാത്തവരായ ഗോപന്മാരെല്ലാവരും ഈ വന്നതായ അശുഭസൂചകങ്ങളായ 4 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് അത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം വരുത്തും എന്ന് പറഞ്ഞ് പ്രയാതുമന്യത്ര മനോവിധേനു, വേറെ എവിടെയെങ്കിലും പോകണം എന്ന് തീർച്ചയാക്കി. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്?